ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ റെന ഫാത്തിമ ആഗ്രഹിച്ചതുപോലെ 50 ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കണമെന്ന് പറഞ്ഞു. 50 ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ഈ 7ാമത്തെ ആഴ്ചയിൽ 50ാമത്തെ ദിവസം റെന ഫാത്തിമ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുകയാണ്. അതെ, ഒഫീഷ്യലി റെന ഫാത്തിമ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ്. മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഈ ഒരു സീസണിലേക്ക് റെന ഫാത്തിമ വന്ന് പ്രത്യേകിച്ച് നമ്മൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു കണ്ടന്റുകളും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കുറെ ഗ്രൂപ്പിന്റെ കൂടത്തിൽ നടന്ന് അല്ലെങ്കിൽ കുറെ ഗ്രൂപ്പിസം നടത്തി കുറെ ആൾക്കാരുടെ ഷാഡവായിട്ട് എവിടെയൊക്കെയോ ഒച്ചയും ബഹളവും നടത്തി പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്നതിലുപരി മികച്ചൊരു കണ്ടസ്റ്റന്റ് എന്നോ മികച്ചൊരു പെർഫോമർ എന്നോ ഒരു ബി മെറ്റീരിയൽ എന്നോ റെനയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കത്തില്ല. എന്താണെങ്കിലും റെനയുടെ ആഗ്രഹം സാധിച്ചു. 50 ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ സാധിച്ചു. ഇന്ന് 50ാമത്തെ ദിവസമാണ് റെന എവിക്റ്റ് ആയിരിക്കുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് തന്നെയാണ് തട്ടിമുട്ടി ഇതുവരെയും എത്തിയത്. അതല്ലാതെ ഒരു എന്താ പറയുന്ന പ്രേക്ഷക സപ്പോർട്ട് എന്ന് പറയത്തക്ക രീതിയിൽ ഒന്നും തന്നെ ഇല്ല. റെനയേക്കാൾ മോശമായിട്ടുള്ള ഒത്തിരി കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ പല ഫാൻ ഫൈറ്റുകളും ഉണ്ടായതുകൊണ്ടും ഒക്കെയാണ് റെന ഇതുവരെയൊക്കെ പിടിച്ചു നിന്നു പോകുന്നത്. ഈ ഒരു 7ാമത്തെ ആഴ്ചയിൽ ഒരു സിംഗിൾ എവിഷനിൽ ബിഗ് ബോസ് ഒതുക്കിയിരിക്കുകയാണ്. നോർമലി ഡബിൾ എവിഷൻ നടക്കേണ്ട സമയമാണ്. എന്നാൽ പലരെയും സേവ് ചെയ്യാനാണെന്ന് തോന്നുന്നു. പലരോടുമുള്ള പാർഷ്യാലിറ്റികൾ കൊണ്ട് മാത്രം ഒരു സിംഗിൾ എവിഷൻ കൊണ്ട് ഈ ഒരു 7ാമത്തെ ആഴ്ച അല്ലെങ്കിൽ 50ാം ദിവസം ബിഗ് ബോസ് എവിഷൻ പ്രോസസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ പ്രേക്ഷകർ പറയുക, റെന ഫാത്തിമയുടെ എവിക്ഷൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, അതോ ഒരു ഫെയർ ആണോ അൺഫെയർ എവിക്ഷൻ ആണോ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എവിക്ഷൻ ആണോ എന്നൊക്കെ. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.